Welcome to States of Matter, Section 3, Ideal Gas Equation. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. റൈറ്റ് എ നോട്ട് ഓൺ വാണ്ടർ വാൾസ് ഇക്വേഷൻ ഫോർ ഗ്യാസസ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാണ്ടർ വാൾസ് ഇക്വേഷനെ കുറിച്ചാണ്. എന്താണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ? വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കറക്റ്റ് ചെയ്തതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പി വി ഈസ് ഈക്വൽ ടു NRT. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കുന്ന ഗ്യാസുകളെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് എന്നത്. ഗ്യാസസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആർ നോൺ ആസ് ഐഡിയൽ ഗ്യാസസ്. ഈ ഇക്വേഷൻ അനുസരിക്കാത്ത ഗ്യാസുകളെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ ഐഡിയൽ ഗ്യാസസ് എന്നാണ്. മറ്റൊരു പേര് റിയൽ ഗ്യാസസ്. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസുകൾ പലപ്പോഴും ഐഡിയലായി പെരുമാറാറില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 2 അസംഷൻസ് തെറ്റാണ്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള അസംഷൻസ്? ഒന്ന്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. ഇതാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ട്. മറ്റൊന്ന്, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആണ് എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞത്. എന്നാൽ ഓരോ മോളിക്യൂളിൻ്റെയും വോള്യം നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. ഓരോ മോളിക്യൂളിൻ്റെയും വോള്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അത് നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ തെറ്റായിട്ടുള്ള 2 അസംഷൻസ് കാരണമാണ് പല ഗ്യാസുകളും ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്തത്. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, റിയൽ ഗ്യാസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആസ് there are forces of attraction and repulsion between the molecules of a gas. ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ട്. ഈ കാര്യം കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത്. റിയൽ ഗ്യാസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. എന്തുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? ആസ് there are forces of attraction and repulsion between the molecules of a gas. ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ട്. ഇതുകൊണ്ടാണ് റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. അറ്റ് ഹൈ പ്രഷർ, ഉയർന്ന പ്രഷറിൽ, while striking the walls of a container, the molecules of a gas are dragged back by other molecules due to the existing force of attraction. Therefore, the pressure exerted by the gas is lower than the pressure exerted by an ideal gas. നമുക്കറിയാം,
ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കണ്ടെയ്നറിൻ്റെ അല്ലേ, ഏത് പാത്രത്തിലാണോ ഗ്യാസ് ഇരിക്കുന്നത് അതിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്, അതിൻ്റെ വാളിൽ അല്ലേ, ചുമരിൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറാണ്. ഈ പ്രഷറിൽ അല്പം കുറവ് വരാൻ സാധ്യതയുണ്ട്. കാരണം the molecules of a gas are dragged back by other molecules due to the existing force of attraction. ഈ വോളിൽ ചെന്നിരിക്കുന്ന മോളിക്യൂൾസിന് വേണ്ടത്ര പ്രഷർ കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ മോളിക്യൂൾസിനെ തൊട്ട് പിന്നിലുള്ള മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ വിചാരിക്കുന്ന പ്രഷർ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഐഡിയൽ ഗ്യാസ് കൊടുക്കുമെന്ന് കരുതുന്ന പ്രഷർ ഒരിക്കലും റിയൽ ഗ്യാസുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഐഡിയൽ ഗ്യാസുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രഷർ കൂടുതലായിരിക്കും. റിയൽ ഗ്യാസുകൾ അത്രയും പ്രഷർ കൊടുക്കില്ല. കാരണം മോളിക്യൂൾസിനെ, ആ വാളിൽ ചെന്നിരിക്കുന്ന മോളിക്യൂൾസിനെ തൊട്ട് പിന്നിലുള്ള മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ ഐഡിയൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഒന്നുകൂടെ വായിക്കാം. അറ്റ് ഹൈ പ്രഷർ വൈൽ സ്ട്രൈക്കിംഗ് ദ വാൾസ് ഓഫ് എ കണ്ടെയ്നർ the molecules of a gas are dragged back by other molecules due to the existing force of attraction. Therefore, the pressure exerted by the gas is lower than the pressure exerted by an ideal gas. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ കൊടുക്കുന്ന പ്രഷർ കൂടുതലായിരിക്കും. പക്ഷേ റിയൽ ഗ്യാസുകൾക്ക് പലപ്പോഴും ഈ പ്രഷർ കൊടുക്കാൻ കഴിയില്ല. കാരണം മോളിക്യൂൾസിനെ, വാളിൽ ചെന്നിരിക്കുന്ന മോളിക്യൂൾസിനെ തൊട്ട് പിന്നിലുള്ള മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് വേണ്ടത്ര പ്രഷർ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ റിയൽ ഗ്യാസിൻ്റെ പ്രഷറിനേക്കാൾ കൂടുതലാണ്. ആ കൂടുതൽ എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ, ഇതാണ് പി ഐഡിയൽ എന്ന് പറയുന്നത്. അത് ഒബ്സർവ്ഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ റിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്നർത്ഥം. റിയൽ ഗ്യാസിൻ്റെ പ്രഷർ പ്ലസ് അല്പം കൂടുതലായിരിക്കും. അതിനൊരു കറക്ഷൻ ടേം നമ്മൾ കൊടുക്കുന്നുണ്ട്, an² by v². അപ്പോൾ പ്രഷറിൽ നമ്മളൊരു കറക്ഷൻ കൊടുക്കുന്നുണ്ട്. പി ഐഡിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് പി റിയൽ പ്ലസ് an² by v² എന്ന് എഴുതണം. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് റിയൽ ഗ്യാസിൻ്റെ പ്രഷർ, അതായത് ഒബ്സർവ്ഡ് പ്രഷർ പ്ലസ് എ കറക്ഷൻ ടേമാണ്. ആ കറക്ഷൻ ടേം ഏതാണ്? an² by v². അതെന്താണെന്ന് പറയാം. പി ഐഡിയൽ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്, പ്രത്യേകിച്ച് എഴുതുന്നില്ല. പി റിയൽ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് റിയൽ ഗ്യാസ്, അതായത് ഒബ്സർവ്ഡ് പ്രഷറാണ്. ഓക്കെ, പി ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറാണ്. അത് നിങ്ങൾ എഴുതണം, പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടില്ല. ഇനി ബാക്കിയുള്ള ടേംസ് നോക്കൂ. സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയൽ ഗ്യാസ്. വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോള്യമാണ്, വോള്യം ഓഫ് ദ ഗ്യാസ്. എ എന്ന് പറയുന്നത് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് ആണ്. എ ഈസ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് whose value depends upon the nature of the gas. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. അത് ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഷറിൽ നമ്മളൊരു കറക്ഷൻ കൊടുത്തു. എന്താണ് പ്രഷറിൽ കൊടുത്ത കറക്ഷൻ? ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് പ്രഷർ പ്ലസ് എ കറക്ഷൻ ടേം ആണ്. ഇതാണ് കറക്ഷൻ ടേം, an² by v². ഓക്കെ, എന്തായാലും ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ റിയൽ ഗ്യാസിൻ്റെ പ്രഷറിനേക്കാൾ കൂടുതലാണ്. റിയൽ ഗ്യാസിൻ്റെ പ്രഷർ കുറവാവാൻ കാരണം നമ്മൾ പറഞ്ഞു, വാളിൽ ചെന്നിരിക്കുന്ന മോളിക്യൂൾസിന് വേണ്ടത്ര പ്രഷർ കൊടുക്കാൻ കഴിയില്ല. കാരണം തൊട്ട് പിന്നിലുള്ള മോളിക്യൂൾസ് അതിനെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പ്രഷർ കൊടുക്കാൻ റിയൽ ഗ്യാസിന് കഴിയാത്തത്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് റിയൽ ഗ്യാസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് പ്രഷർ പ്ലസ് എ കറക്ഷൻ ടേം an² by v² എന്ന് പറയുന്ന കറക്ഷൻ ടേം ഉൾപ്പെട്ടതാണ്.
അപ്പോൾ പ്രഷറിൽ നമ്മളൊരു കറക്ഷൻ കൊടുത്തു, ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിൽ ഒരു കറക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി വോള്യത്തിൽ കൊടുക്കുന്ന കറക്ഷൻ എന്താണെന്ന് നോക്കാം. റിയൽ ഗ്യാസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആസ് ദ വോള്യം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ബിക്കം സിഗ്നിഫിക്കൻറ്റ്. മോളിക്യൂൾസിൻ്റെ വോള്യം നമ്മൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്യണ്ട എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞത്, പക്ഷേ കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്യുമ്പോൾ വോള്യത്തിൽ കറക്ഷൻ ആവശ്യമായി വരും. റിയൽ ഗ്യാസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആസ് ദ വോള്യം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ബിക്കം സിഗ്നിഫിക്കൻറ്റ്. നോക്കൂ, ദിസ് ഈസ് ബിക്കോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഗ്യാസ് പാർട്ടിക്കിൾസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ വോള്യം വി മൈനസ് എൻ ബി ഇൻസ്റ്റെഡ് ഓഫ് വി. കണ്ടോ, വോള്യത്തിൽ ഒരു കറക്ഷൻ കൊടുത്തു. ആദ്യത്തെ വോള്യം വി ആയിരുന്നു, ഐഡിയൽ ഗ്യാസിൻ്റെ വോള്യം അല്ലേ, വി ആണ്. എന്നാൽ വോള്യത്തിലൊരു റെസ്ട്രിക്ഷൻ പറഞ്ഞു. മോളിക്യൂൾസിൻ്റെ വോള്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആകെയുള്ള വോള്യത്തിൽ നിന്ന് അല്പം കുറവ് വരും. ആ കുറവ് എത്രയാണ്? എൻ ബി ആണ്. അപ്പോൾ വി മൈനസ് എൻ ബി എന്നാണ് പുതിയ വോള്യം വരിക. നമ്മൾ പണ്ടെടുത്തിരുന്നത് വി എന്നാണ്, അതിന് പകരം എന്തെടുക്കണം? വി മൈനസ് എൻ ബി എന്നെടുക്കണം. ദിസ് ഈസ് ബിക്കോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഗ്യാസ് പാർട്ടിക്കിൾസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ വോള്യം വി മൈനസ് എൻ ബി ഇൻസ്റ്റെഡ് ഓഫ് വി. ഇപ്പോൾ വോള്യത്തിൽ കറക്ഷൻ കൊടുത്തു. ഹിയർ എൻ ബി, ആ കറക്ഷൻ കൊടുത്തു നോക്കൂ. എൻ ബി എന്ന് പറയുന്നത് എൻ ബി ഈസ് ദ അപ്രോക്സിമേറ്റ് ടോട്ടൽ വോള്യം ഓഫ് ദ മോളിക്യൂൾസ് ദംസെൽസ്. മോളിക്യൂൾസിൻ്റെ അപ്രോക്സിമേറ്റ് ടോട്ടൽ വോള്യമാണ് എൻ ബി, എക്സ്ക്ലൂഡിങ് ദ സ്പേസസ് ബിറ്റ്വീൻ ദം. അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നമ്മൾ നോക്കേണ്ട, അതായത് മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കേണ്ട എന്നർത്ഥം. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ വോള്യം എന്ന് പറയുന്നത് റിയൽ ഗ്യാസിൻ്റെ വോള്യം മൈനസ് എൻ ബി. ഐഡിയൽ ഗ്യാസിൻ്റെ വോള്യം എന്ന് പറയുന്നത് റിയൽ ഗ്യാസിൻ്റെ വോള്യം മൈനസ് എൻ ബി ആണ്. ഇപ്പോൾ റിയൽ ഗ്യാസിൻ്റെ വോള്യം എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിൻ്റെ വോള്യത്തേക്കാൾ കൂടും. കാരണം ഈ മൈനസ് എൻ ബി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ബി ഐഡിയൽ പ്ലസ് എൻ ബി എന്നായിട്ട് മാറും. എന്തായാലും മോളിക്യൂൾസിൻ്റെ വോള്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം അതുകൊണ്ട് റിയൽ ഗ്യാസിൻ്റെ വോള്യം എന്ന് പറയുന്നത് വി ഐഡിയൽ പ്ലസ് എൻ ബി ആണ്. അല്ലെങ്കിൽ മാറ്റി എഴുതിയാൽ ബി ഐഡിയൽ ഈസ് ഈക്വൽ ടു ബി റിയൽ മൈനസ് എൻ ബി. അപ്പോൾ നമ്മൾ പഠിച്ച ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 2 ഫോൾട്ടി അസംഷൻസ് നമ്മൾ മാറ്റി. ഏതൊക്കെയാണ് 2 ഫോൾട്ടി അസംഷൻസ്, തെറ്റായ പ്രസ്താവനകൾ? മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ട്. അതുകൊണ്ട് പ്രഷറിൽ കറക്ഷൻ വേണ്ടി വന്നു അല്ലേ. പി ഐഡിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പി റിയൽ പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് എഴുതി. കണ്ടോ, പ്രഷറിൽ കറക്ഷൻ കൊടുത്തു. പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നാക്കി മാറ്റി. വോള്യത്തിൽ കറക്ഷൻ വേണ്ടി വന്നു. എന്തുകൊണ്ടാണ് വോള്യത്തിൽ കറക്ഷൻ വേണ്ടി വന്നത്? മോളിക്യൂൾസിൻ്റെ വോള്യം കൺസിഡർ ചെയ്യേണ്ട എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞത്. പക്ഷേ മോളിക്യൂൾസിൻ്റെ വോള്യം കൺസിഡർ ചെയ്യണം, അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് വോള്യത്തിൽ നമുക്ക് കറക്ഷൻ ആവശ്യമായി വന്നു. അപ്പോൾ വി ഐഡിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വി മൈനസ് എൻ ബി. അപ്പോൾ പി വി സിക്കൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ കറക്റ്റ് ചെയ്തു. പ്രഷറിൽ കറക്ഷൻ വന്നു, വോള്യത്തിൽ കറക്ഷൻ വന്നു. ഈ കറക്ഷൻ നിങ്ങൾ നോക്കണം. പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി സിക്കൽ ടു എൻ ആർ ടി. അപ്പോൾ പി വി സിക്കൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് ഈ മാറിയത്. പ്രഷറിലെ കറക്ഷൻ നോക്കൂ, എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. വോള്യത്തിലെ കറക്ഷൻ മൈനസ് എൻ ബി. ഈ പുതിയ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കിട്ടിയ ഇക്വേഷനാണ് നമ്മുടെ വാണ്ടർ വാൾസ് ഇക്വേഷൻ. അപ്പോൾ പി വി സിക്കൽ ടു എൻ ആർ ടി, പി വി സിക്കൽ ടു കണ്ടോ, പി വി സിക്കൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ, പി വി സിക്കൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ചേഞ്ച് ആയി. പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി സിക്കൽ ടു എൻ ആർ ടി. വോള്യത്തിൻ്റെ കറക്ഷനാണ് എൻ ബി എന്ന് പറയുന്നത്. വോള്യത്തിൻ്റെ കറക്ഷനാണ് എൻ ബി എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ കറക്ഷനാണ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറയുന്നത്. എന്തായാലും ഈ കിട്ടിയ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഓക്കെ, ഇനി എ എന്താണ്, ബി എന്താണ് ഒന്നുകൂടെ പറയാം. സിഗ്നിഫിക്കൻസ് ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കൂ. It is the measure of the magnitude of attractive forces between the molecules of a gas. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്.
അതിൻ്റെ ഒരു മെഷർ ആണ് എ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷർ. അപ്പോൾ എ ഈസ് ദ മെഷർ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്. അതിൻ്റെ യൂണിറ്റ് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. യൂണിറ്റ് ATM, അതായത് അറ്റ്മോസ്ഫിയർ. പിന്നെ ലിറ്റർ സ്ക്വയർ പെർ മോൾ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ബാർ, ലിറ്റർ സ്ക്വയർ പെർ മോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ATM ലിറ്റർ സ്ക്വയർ മോൾ റേഷ്യോ -2, ബാർ ലിറ്റർ സ്ക്വയർ മോൾ റേഷ്യോ -2. ഇപ്പോൾ യൂണിറ്റ് പഠിച്ചാൽ നല്ലതാണ്. ലാർജർ ദ വാല്യൂ ഓഫ് എ, ലാർജർ വിൽ ബി ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എ കൂടിയാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അത് പ്രഷറിനെയോ ടെമ്പറേച്ചറിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് എ എന്നുള്ളതിൻ്റെ പ്രാധാന്യം. ഇനി നമ്മൾ മറ്റൊരു ടേം കണ്ടു അല്ലേ, ബി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കണ്ടിരുന്നു. അത് എന്താണെന്ന് നോക്കാം. ബി, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഇഫക്റ്റീവ് സൈസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസിൻ്റെ ഒരു മെഷറാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വോള്യത്തിൽ കറക്ഷൻ B-NB എന്ന് കൊടുത്തത്. അപ്പോൾ ഗ്യാസിൻ്റെ സൈസിൻ്റെ ഒരു കറക്ഷൻ ഫാക്ടറാണ് ബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഇഫക്റ്റീവ് സൈസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അതിൻ്റെ യൂണിറ്റ് ലിറ്റർ പെർ മോളാണ്. അതിൻ്റെ യൂണിറ്റ് ലിറ്റർ പെർ മോൾ എന്നതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ വാണ്ടർ വാൾസ് ഇക്വേഷൻ പഠിച്ചു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കറക്റ്റ് ചെയ്തിട്ടാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ കിട്ടുന്നത്. PV = nRT എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ കറക്റ്റ് ചെയ്തത്. PV = nRT. പ്രഷറിൽ കറക്ഷൻ കൊടുത്തു, വോള്യത്തിൽ കറക്ഷൻ കൊടുത്തു. ഓക്കെ, ഈ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗീവ് ദ കണ്ടീഷൻസ് when റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ. റിയൽ ഗ്യാസുകൾ എപ്പോഴാണ് ഐഡിയലായിട്ട് പെരുമാറുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. റിയൽ ഗ്യാസുകൾ എപ്പോഴെല്ലാം ഐഡിയലായിട്ട് പെരുമാറുന്നു? ഫസ്റ്റ് പോയിന്റ് നോക്കൂ. റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്, അല്ലേ? ഐഡിയൽ ഗ്യാസസ് under certain specific conditions when the intermolecular forces are negligible. അപ്പോൾ ഐഡിയൽ ഗ്യാസായി പെരുമാറാൻ നമുക്കറിയണം ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ടാവരുത്, അതായത് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവരുത്, നമ്മുടെ കൈനറ്റിക് മോളിക്കുലാർ തിയറി. അപ്പോൾ ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് കൊടുത്താൽ റിയൽ ഗ്യാസസ് ഐഡിയലായിട്ട് പെരുമാറും. ഓക്കെ, അതേതൊക്കെ നോക്കാം. വെൻ പ്രഷർ അപ്രോച്ചസ് 0, റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിനെ പോലെ റിയൽ ഗ്യാസ് പെരുമാറണമെങ്കിൽ പ്രഷർ കുറവായിരിക്കണം, അതായത് പ്രഷർ അപ്രോച്ചസ് 0, ലോ പ്രഷർ എന്ന് മനസ്സിലാക്കിയാലും മതി. നോക്കൂ, വെൻ ദ വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് സോ ലാർജ് that the volume occupied by the molecules is negligible, the gas shows ideal gas behavior. നമുക്കറിയാം മോളിക്യൂൾസിൻ്റെ വോള്യം കൺസിഡർ ചെയ്താൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഗ്യാസിൻ്റെ വോള്യം വളരെ 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 കൂടുതലാണെങ്കിൽ മോളിക്യൂൾസിൻ്റെ വോള്യം നമ്മൾ വല്ലാതെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറും. അപ്പം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിളായിട്ട് എടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ, ആ സന്ദർഭം ഏതാണ്? ഗ്യാസിൻ്റെ വോള്യം വളരെ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ വോള്യം വളരെ കൂടുതലായിരിക്കണം. ഈ സമയത്ത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ സമയത്ത് ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറും. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യം കാര്യമായിട്ട് ഉണ്ടാവരുത്, അതുപോലെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവരുത്. ഈ സന്ദർഭങ്ങളിലൊക്കെ റിയൽ ഗ്യാസസ് ഐഡിയലായിട്ട് പെരുമാറും. ഇനി കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം. മറ്റൊരു ഫാക്ടർ പരിചയപ്പെടാം, കംപ്രസിബിലിറ്റി ഫാക്ടർ. ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ?
It is the measure of deviation. It is the measure of deviation. It is the measure of deviation from ideal gas behavior അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ഗ്യാസ് എന്നാക്കാം, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഓക്കെ, അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? കംപ്രസിബിലിറ്റി ഫാക്ടറിനെ Z എന്നാണ് കാണിക്കുക. പി വി ഡിവൈഡഡ് ബൈ NRT. ഇതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ, പി വി ഡിവൈഡഡ് ബൈ NRT. മറ്റൊരു രീതിയിലും കാണാം, വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ Z കാണാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്, പി വി ബൈ NRT ആവാം, അല്ലെങ്കിൽ റിയൽ ഗ്യാസിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം. ഇനി ഇസഡിൻ്റെ വാല്യൂ ഒന്നാണെങ്കിൽ ധൈര്യമായി പറയാം അത് ഐഡിയൽ ഗ്യാസാണ്. ഇസഡിൻ്റെ വാല്യൂ ഒന്നാണെങ്കിൽ ഐഡിയൽ ഗ്യാസാണ്. ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. ഇസഡിൻ്റെ വാല്യൂ ഒന്നാണെങ്കിൽ ഐഡിയൽ ഗ്യാസാണ്. ലോ പ്രഷറിൽ ഇസഡ് ഈസ് നിയർലി ഈക്വൽ ടു 1. ഇസഡ് ഈസ് നിയർലി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറും. അപ്പം ലോ പ്രഷർ ആണെങ്കിൽ ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറും, കാരണം കംപ്രസിബിലിറ്റി ഫാക്ടർ നിയർലി ഈക്വൽ ടു 1. നല്ല രീതിയിൽ ഉത്തരം എഴുതാം. ലോ പ്രഷറിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ നിയർലി 1 ആണ്, അതുകൊണ്ട് ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറും. ഹൈ പ്രഷർ ആണെങ്കിൽ Z ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇൻ്റർമീഡിയറ്റ് പ്രഷർ ആണെങ്കിലോ Z ഈസ് ലെസ് ദാൻ 1. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇസഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഗ്യാസ് ഐഡിയലായിരിക്കും. ഇസഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ. നിയർലി 1 ആണെങ്കിലും ഐഡിയലായിട്ട് പെരുമാറാൻ ഗ്യാസ് ശ്രമിക്കും. ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും ഇസഡ് ലെസ് ദാൻ 1 ആണെങ്കിലും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ പഠിക്കുകയാണ്. ബോയൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ബോയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് ഷോസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഓവർ ആൻ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായി പെരുമാറുന്ന ടെമ്പറേച്ചറാണ്. പ്രഷർ വല്ലാതെ മാറരുത്, ഒരു അധികം വേരിയേഷൻ വരരുത്. അതാണ് അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ വല്ലാതെ ചേഞ്ച് ചെയ്യരുത്. ഇങ്ങനെ പ്രഷർ വല്ലാതെ ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോൾ റിയൽ ഗ്യാസ് ഐഡിയലായി പെരുമാറുന്ന ടെമ്പറേച്ചർ. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ റിയൽ ഗ്യാസുകൾ ഐഡിയലായി പെരുമാറുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇത് ബോയിലിംഗ് പോയിന്റ് അല്ല, എല്ലാ കുട്ടികളും തെറ്റിപ്പഠിക്കാറുണ്ട്. ബോയിലിംഗ് പോയിന്റ് വേറെയാണ്, ബോയിൽ പോയിന്റ് വേറെയാണ്. ഓക്കെ, ബോയിൽ പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഗ്യാസിൻ്റെ നേച്ചറിനനുസരിച്ച് ബോയിൽ പോയിന്റ് വ്യത്യാസപ്പെടും. എബവ് ബോയിൽ പോയിന്റ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഒക്കേഴ്സ്. ബോയിൽ പോയിന്റിൻ്റെ മേലെയാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗ്രാഫ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്ന ഗ്രാഫ് അല്ലേ. എക്സ് ആക്സിസിന് പാരലാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ എബവ് ബോയിൽ പോയിന്റ് ആണ്. എബവ് ബോയിൽ പോയിന്റിൻ്റെ മേലെയാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ബിലോ ബോയിൽ പോയിന്റ് എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഒക്കേഴ്സ്. ഒന്നുകൂടെ പറയാം. എബവ് ബോയിൽ പോയിന്റ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഒക്കേഴ്സ്. ബിഹേവിയറിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോളൂ. സ്പെല്ലിംഗ് ആദ്യം എഴുതിയപ്പോൾ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിഹേവിയർ കറക്ഷനുണ്ട്, നോക്കണം. ഓക്കെ, ബിഹേവിയർ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഒക്കേഴ്സ്. ബിലോ ബോയിൽ പോയിന്റ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഒക്കേഴ്സ്. അപ്പോൾ ബോയിൽ പോയിന്റിൻ്റെ മേലെ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ഉണ്ടാവുന്നത്. ബിലോ ബോയിൽ പോയിന്റ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഉണ്ടാവുന്നത്. ഇനി ജനറലായിട്ട് പറയുമ്പോൾ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഗ്യാസസ് ബിഹേവ് ഐഡിയലി. പ്രഷർ ലോ ആണെങ്കിൽ ഗ്യാസുകൾ ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും. ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസുകൾ ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നുമില്ലെങ്കിൽ, അതായത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കാര്യമായിട്ടില്ലെങ്കിൽ ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യം നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും. പ്രഷർ ലോ ആണെങ്കിൽ ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും.
ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കും. ഇത്തരം സന്ദർഭങ്ങളിലാണ് റിയൽ ഗ്യാസസ് ഐഡിയലായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.